കൊതി മൂത്തിട്ട് വീട്ടിൽ നിന്ന് ഞാനൊരു സാധനം എടുത്തോണ്ട് പോന്നിട്ടുണ്ട്. എന്നല്ല, പറിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. അത് ഏകദേശം പഴുത്ത് വന്നിട്ടുണ്ട്. നല്ല പഴുപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ അതെനിക്ക് കഴിക്കാനൊരു കൊതി. അപ്പോൾ അന്ന് കഴിച്ചാലോ, ഒന്ന് മുറിച്ച് നോക്കിയാലോ എന്നുള്ള ഒരവസ്ഥയിലാണ്. പക്ഷെ മുറിച്ചാൽ മൊത്തമായിട്ട് ഞാൻ കഴിക്കാൻ മാത്രമൊന്നും ഞാൻ ഒറ്റക്കായിട്ടില്ല. പിള്ളേർ വീട്ടിലില്ല. അതുകൊണ്ട് മുറിക്കാനും കുറച്ച് ടെൻഷന്. എന്നാലും വേണ്ടിയില്ല, മുറിച്ച് നോക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ കുറച്ചും കൂടി ഒരു പഴുപ്പ് വരാനുണ്ടോ എന്നൊരു ഡൗട്ടും ഉണ്ട്. എൻ്റെ പൊന്നോ, എന്നെ കൊണ്ടിട്ടൊക്കെ താങ്ങൂലേ. അപ്പം എൻ്റെ അഭിപ്രായം ഇന്ന് കട്ട് ചെയ്യണ്ട, നാളെ കട്ട് ചെയ്യല്ലേ, അതായിരിക്കും നല്ലത്. കുറച്ചും കൂടി ഒന്ന് പഴുത്തോട്ടെ. പപ്പായ കേട്ടോ ഇത്, ഇത്രയും വെയിറ്റും ഉണ്ട്. നാളത്തേക്കാക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഇന്നലെ ഞാൻ കട്ട് ചെയ്യാൻ വെച്ച പപ്പായ ഇന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അത് എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പപ്പായ. ഞാൻ കാണിച്ചു തരാം. നല്ലോണം പഴുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ, ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരട്ടെ. അങ്ങനെ അത് മൊത്തമായിട്ട് കട്ട് ചെയ്താൽ ഇവിടെ കഴിക്കാൻ ആരുമില്ല. എൻ്റെ അമ്മോ, പണിപോളിയാനേ ഗൈസ്. പിള്ളേരില്ല, പിള്ളേർ നാളെ വരുള്ളൂ. അപ്പം ചെറിയൊരു പോർഷൻ ഞാൻ കട്ട് ചെയ്യാണ്. ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് മാത്രം. വീട്ടിൽ ഫസ്റ്റ് ടൈം ഉണ്ടായ സാധനമാണ്. അവർക്ക് ആർക്കും കൊടുക്കാതെ ഞാനിങ്ങ് എടുത്തോണ്ട് പോകുന്ന സാധനം. ഇതിൻ്റെ കുരു ഇവിടെ മുളപ്പിക്കാനാണ് എനിക്ക്. ഇവിടെ ഞാനൊരു പപ്പായത്തോപ്പ് തന്നെ ഉണ്ടാക്കും, ഉറപ്പാ. കുരുവൊക്കെ കളയിട്ട് അങ്ങനെ അല്ല, തേന്മധുരം എന്നൊക്കെ പറയല്ലേ, അതേപോലെ ഉണ്ട്. ഇന്നലെ കട്ട് ചെയ്തിട്ടുണ്ടായേ,
അത്ര മധുരം ഉണ്ടാവില്ലായിരിക്കും. പലരും പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുകയാണോ, നീ തിന്നുന്നത് കാണുമ്പം കൊതി വരുന്നുണ്ട്, അങ്ങനെ കുറേ മെസ്സേജുകൾ വരലുണ്ട്. എല്ലാവർക്കും അറിയാലോ പപ്പായ സ്കിന്നിന് ഏറ്റവും നല്ല സാധനമാണെന്നുള്ളത്. അപ്പം നാടൻ കിട്ടുമ്പം ഒഴിവാക്കാതെ കഴിച്ചു വിടുന്നത് നല്ലതാണ്. മാക്സിമം ഇത് മുഴുവൻ ഞാൻ ഉള്ളിലാക്കും, ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും എനിക്കിത് പറ്റൂല. വയറ് നിറഞ്ഞു. കുരുവൊക്കെ എവിടെയെങ്കിലും വന്നിട്ട് പാകിയിട്ട് മുളപ്പിച്ചെടുക്കണം. നമുക്ക് പപ്പായ കൃഷി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ പപ്പായയുടെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. പപ്പായ പറിക്കുന്ന വീഡിയോസ് ആരും കണ്ടിട്ടില്ല വെച്ചാൽ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. തംബ്ലൈൻ കൊടുത്തിരിക്കുന്നത് കൃഷി എന്നാണ്. പോയി കൈ വിട്ടു പോയി, അതും കണ്ടു നോക്കുക. അപ്പം കാണാം പപ്പായത്തിൻ്റെ മരവും ഒക്കെ. ഡാഡും അമ്മും കുറേ കഴിക്കാൻ ആഗ്രഹിച്ച സാധനമാണ് ഞാൻ ഒറ്റ കുത്തിന് കഴിക്കുന്നത്. പിള്ളേരും ഇല്ല വീട്ടിൽ. അപ്പോൾ ഇതോടുകൂടി ഞാൻ നിർത്തും, എന്നെ കൊണ്ട് പോവില്ല. ഒന്നിന് എന്തെങ്കിലും ഫുഡ് കഴിക്കുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നാസ് ഗെയിം. ടാറ്റാ.